എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. പാപത്താൽ നിന്നെ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാ സ്നേഹവാപിയെ നീ എന്നെ സ്നേഹിച്ചതോ തന്നിലാശ്ചര്യമേറിടുന്നേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമൊട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തെ ആസ്പദമാക്കി ഞെളിയാതെ ഭയപ്പെടുക എന്നൊരു വിഷയമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 11-20 പറഞ്ഞിരിക്കുന്നത് ഒരു വചനമാണ്, ഞെളിയാതെ ഭയപ്പെടുക എന്നത്. അതിൻ്റെ പശ്ചാത്തലവും അങ്ങനെ ചെയ്താലുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നിലും പിറകിലുമുള്ള വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ എന്തുകൊണ്ട് സാധിക്കും. ഒലിവ് ഇസ്രായേലിനെ കുറിച്ച് ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒലിവ് മരത്തിൻ്റെ കൊമ്പുകളിൽ ചിലത് ഒടിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവായിരുന്ന അല്ലെങ്കിൽ ജാതികളായിരുന്ന നമ്മെ നല്ല ഒലിവിനോട് ഒട്ടിച്ചു ചേർത്തിരിക്കുന്നു. അങ്ങനെ ഒലിവ് മരത്തിൻ്റെ വേരിന് പങ്കാളികളായി തീർന്നു. ആയതിനാൽ കൊമ്പുകളുടെ നേരെയാൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിലോ നീ വേരിനെ അല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നതെന്ന് ഓർക്കുക. എന്നാൽ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ചിലതിനെ ഒടിച്ച് കളഞ്ഞു എന്ന് നീ പറയുന്നു. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസം നീ നിലനിൽക്കുന്നു. അതിനാൽ ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ആത്മീയ ലോകത്തിന് ഉള്ള ദൈവത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണിത് എന്ന് മനസ്സിലാക്കാതെ ആണ് പലരുടെയും പ്രയാണം. ദൈവം ദൂതന്മാരെ ആദരിച്ചില്ല, സ്വന്തം പുത്രനെ ആദരിച്ചില്ല. ഇതിനൊക്കെയും കാരണമായത് പുറംപറമ്പിൽ കിടന്ന നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഒരു കാലത്ത് ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്തങ്ങൾക്ക് അന്യരും പരദേശികളുമായിരുന്ന സമയത്ത് നല്ല ഒലിവ് ഇസ്രായേലിൻ്റെ അവിശ്വാസത്താലും ദൈവബന്ധങ്ങളിൽ സംഭവിച്ച ഉലച്ചിലിനാലും ദൈവം അവരെ ചിലരെ ഒടിച്ചു കളഞ്ഞ് തൽസ്ഥാനത്ത് കാട്ടൊലിവായിരുന്ന അല്ലെങ്കിൽ ജാതികളായിരുന്ന നമ്മെ ഒട്ടിച്ചു ചേർത്തു. അതിൽ നമുക്ക് പുകഴുവാനൊന്നുമില്ല. അതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം. ഇസ്രായേലിൻ്റെ ലംഘനം നിമിത്തം ജാതികൾക്ക് രക്ഷയായി തീർന്നു. യേശുക്രിസ്തു യഹൂദ ഗോത്രത്തിൽ ജനിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത ഗോത്രത്തിൻ്റെ മാഹാത്മ്യം കൊണ്ടല്ല ദൈവവചനം പറയുന്നത്, ഒരു ജഡവും പ്രശംസിക്കാതിരിപ്പാനാണ്. യഹൂദരുടെ ചരിത്രം പുറത്തു പറയാൻ പറ്റാത്തതാണെങ്കിലും ദൈവം ആ ഗോത്രത്തെ തിരഞ്ഞെടുത്തു. പൗരോഹിത്യം ലേവിക്ക് ഗോത്രത്തിന് ദൈവം അവകാശമായി കൊടുത്തു. അതും അവരുടെ ശ്രേഷ്ഠത കൊണ്ടല്ല. യാക്കോബ് മക്കളെ അവൻ അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞത് ലേവിയും ശിമെയോനും സഹോദരങ്ങൾ, അവരുടെ വാളുകൾ സാഹസിൻ്റെ വാളുകൾ എന്നും ഉള്ളമേ അവരുടെ മന്ത്രണങ്ങളിൽ കൂട്ടരുത് എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ തന്നെയാണെങ്കിലും നോക്കിയാലും അവിടെയും താമാറും രാഹാവും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അവിടെ ശ്രദ്ധിച്ചാലും ബോബസിനോട് ജാതിയായ സ്ത്രീയെ രൂത്തിനെ ചേർത്ത് ദാവീദിന്റെ സന്തതിയായി യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രിയരെ, ദൈവം നമ്മയും നോക്കിയല്ല, പ്രത്യേക ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ വ്യാപരിച്ചത്. ആകയാൽ ക്രിസ്തീയ ജീവിതം വളരെ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇന്ന് ചിലരുടെ ജീവിതം കണ്ടു കഴിയുമ്പോൾ അവരുടെ സ്ഥാനങ്ങളിലിരിക്കുന്നത് അവരുടെ കഴിവും യോഗ്യതയും കണ്ട് വേറെ ആരെയും കിട്ടാഞ്ഞതിനാൽ ദൈവം തിരഞ്ഞെടുത്തെന്നുള്ള ചിന്തയാണ്. ഞാൻ മുന്നമേ ഓർപ്പിച്ചതുപോലെ ദൈവം പലരെയും ആദരിക്കാതെ പോയെങ്കിൽ നമുക്കും അവസരം ലഭിച്ചു. പക്ഷേ ആ കാര്യം ഓർത്തുകൊള്ളണം.
നിങ്ങൾ നിൽക്കുന്ന ഇടം ഏതെന്നും നിങ്ങളെ ഒട്ടിച്ചേർത്തിരിക്കുകയാണെന്നും ആയതിനാൽ നിഗളിക്കരുത്, ഞെളിയരുത്. ഞെളിഞ്ഞാൽ ഒടിഞ്ഞു പോകും, ഒട്ടിച്ചേർത്തുനിന്ന് മാറിപ്പോകും എന്ന് അറിയാതെ ഇരിക്കരുത്. ആകയാൽ നാം എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും അർഹതപ്പെടാത്ത സ്ഥാനത്ത് ആണ് ദൈവം ആക്കിയിരിക്കുന്നതെന്നും ഓർത്തുകൊള്ളണം. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ശൗലെങ്കിലും ദൈവത്തിൻ്റെ ഹിതത്തിന് അനുസരിച്ച് നിൽക്കാഞ്ഞതിനാൽ സ്ഥാനത്ത് നിന്ന് ദൈവം നീക്കിക്കളഞ്ഞു. അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒന്നും ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ചില പദ്ധതികൾ തേച്ചെടുപ്പാനുണ്ട്. അതിനാൽ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കാം. ഞെളിയാ ദൈവത്തെ ഭയപ്പെടുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക. ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.